ഇന്ന് നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രവണതകളുടെയും അടിസ്ഥാനം ദുനിയാവിനോടുള്ള ആഗ്രഹവും ദാരിദ്ര്യത്തോടുള്ള പേടിയുമാണ്. അടിസ്ഥാനം ദുനിയാവിനോടുള്ള ആഗ്രഹം, ദാരിദ്ര്യത്തോടുള്ള ഭയം. അപ്പോൾ സ്ഥാനത്തിരിക്കുന്നവർക്ക് കാര്യം പറയാൻ കഴിയില്ല. വളരെ ഇതൊക്കെ ചിന്തിക്കണം. ഇത് സത്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്. കുഫ്ർ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ജനങ്ങൾ ചിലപ്പോൾ കുഫ്രിന് വഴിപ്പെട്ടു പോകും. എന്തിന്? ദരിദ്രത്തെ പേടി. الشيطان يعدكم الفقر ويأمركم بالفحشاء. മനുഷ്യൻ തിന്മയെ എന്തിനെ പിടിച്ചിട്ട്? ദാരിദ്ര്യത്തെ പിടിച്ചിട്ട്. ദുനിയാവിനെ കൊതിക്കും. എന്തിന്? ദുനിയാവിന്റെ പിന്നെ കൂട്ടിവെക്കാൻ കൊതിക്കും. എന്തുകൊണ്ട്? ദുനിയാവിനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാള് എന്തും ചെയ്യും. വളരെ അള്ളാഹുവിന്റെ ശത്രുവാണ് കുഫ്ർ. അള്ളാഹു തആല കുഫ്റിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ശത്രു തന്നെയാണ് വിരാറ്റും. അള്ളാഹിന്റെ ശത്രു. വിരാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വിരാറ്റുകളും, അത് ഏറ്റവും വലിയ വിരാറ്റ് വഹാബിയത്താണ്. അതിനേക്കാൾ വലിയൊരു വിരാറ്റ് ഇന്ന് മുസ്ലിം ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വഹാബിയത്താണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ സമരത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ആര് വിചാരിച്ചാലും അവൻ വിഡ്ഢിയാണ്. അങ്ങനത്തെ സംഭവം ഉണ്ടാവുകയില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. വളരെ ചിന്തിക്കണം. ഈ മുസ്ലിം ലോകത്ത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആ പ്രശ്നം വഹാബിയത്ത്. മുസ്ലിം ലോകത്ത് ഈ പരുവത്തിലാക്കിയത് വഹാബിയത്ത്. അന്യ സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം സമുദായത്തെ ചീത്തപ്പേരുണ്ടാക്കിയത് വഹാബിയത്ത് മാത്രമാണ്. അത് ചിന്തിക്കണം. ആര് വഹാബി, ആര് സുന്നീനെ മനസ്സിലാക്കാൻ മാത്രമൊക്കെയുള്ള ബുദ്ധി മനുഷ്യർക്കുണ്ട്. അതൊക്കെ ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്, ഞാൻ എടുത്തു പറയേണ്ടതില്ല. വളരെ ചിന്തിക്കുക. എന്തുകൊണ്ടാണ് വഹാബികൾക്ക് ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന നമ്മൾ തന്നെ അവർക്ക് വേണ്ടി അയഞ്ഞു കൊടുക്കുന്നത്? എന്തുകൊണ്ട്? ദാരിദ്ര്യത്തിലുള്ള ഭയം, സ്ഥാനമാനങ്ങളിലെ കുടി. അതിലെന്താണ്? നിങ്ങളെന്ത് വിചാരിച്ച് ഞാൻ എൻ്റെ ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്ന്? അങ്ങനെ സംഭവിക്കും. വളരെ ചിന്തിക്കൽ സത്യമാണ്. ഞാൻ എൻ്റെ സമര നൈരന്തര്യം എൻ്റെ റൂഹിൻ്റെ അവസാനം വരെ പിന്തുടരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ കുഫറിനും ഈ ബിദ്അത്തിനുമെതിരെ അടരാടാൻ വേണ്ടിയാണ്. അത് സാധ്യമായ സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിലൊന്നും ആരും ആഘോഷിക്കണ്ട. വളരെ ചിന്തിക്കുക. ഇതിലൊന്നും അതിൻ്റെ ആദർശത്തിൽ ഞാൻ പുറകോട്ട് പോകുമെന്ന് അങ്ങനെ വിചാരിച്ചാലും വിധിയാണ്. ഇതിനല്ലെങ്കിൽ പിന്നെ എന്തിനു ഹൂജത്തമാക്കും? അതിനില്ലാതെ അല്ലാഹു നമ്മെ എന്തിനാ തിരഞ്ഞെടുത്തത്? ഇതിൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയപ്പെടുന്നില്ല, സ്ഥാനമാനങ്ങളെ കുതിക്കുന്നില്ല. വളരെ നശ്വരമാണ്. ഈ വഹാബികളെ നാം പ്രീണിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. എന്തിനാണ് അവർ പ്രീണിപ്പിക്കുന്നത്? ദുനിയാവിലുള്ള കൊതിയല്ലാതെ എന്തടാ? വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. വഹാബിയത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തിന്മയാണ്. അത് അല്ലാഹുവിനോടുള്ള ശത്രുതയാണ്, സംശയം വേണ്ട. വളരെ എന്തിനാ? ഉള്ളിന്റെ ഉള്ളിൽ ചികയിൽ വളരെ ചിന്തിക്കണം. ഇത് തമാശ പറയുന്ന കാര്യമല്ല. ചില പ്രഭാഷണങ്ങളിൽ സ്വാഭാവികമായി സ്ഖലിതങ്ങൾ വരാം. ഒരു വ്യക്തിയെ പറ്റി മോശമായി പറയുമ്പോൾ അത് സ്ഖലിതമായി അങ്ങനെ വന്നേക്കാം. മാപ്പ് പറയുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. എന്തുകൊണ്ട്? നമ്മളിൽ വരുന്ന മനുഷ്യരല്ലേ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. അബദ്ധങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതേ സമയത്ത് അടിസ്ഥാന ആദർശങ്ങൾ സത്യം തന്നെയാണ്. വഹാബിസം ആര് പ്രചരിപ്പിച്ചാലും, ഏത് ലേബിളിൽ പ്രചരിപ്പിച്ചാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയാണ്. അല്ലാഹുവിൽ ഭയപ്പെടുക. അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തന്നിട്ടുള്ള സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ വന്നിട്ടുള്ള
പരിശുദ്ധ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. മുഅ്മിനീങ്ങൾക്ക് ഒരു മാർഗമുണ്ട്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. യാതൊരു സംശയം വേണ്ട. മുസ്ലിം സമുദായത്തെ ഈ പരുവത്തിലാക്കിയത് വഹാബികളാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് യാതൊരു സംശയവും വേണ്ട. ജിഹാദ് എന്ന പദം ഇവിടെ ഇന്നലെ രാവിലെ പൊട്ടിമുളച്ചതല്ല. അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ശ്രമമാണ്. അത് ഈ രൂപത്തിലാക്കിയത് ചില ജിഹാദികളുടെ താല്പര്യമാണ്. അവർ വഹാബികളാണ്. എന്തിനും ചെയ്യും. അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹു 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് على النبي صلى الله حق لا إله إلا الله. അതിനു വേണ്ടി മഹത്തുക്കൾ ഉണ്ടാക്കിയതാണ് പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിനുവേണ്ടി ആ അഹ്ലു സുന്നയെ സംരക്ഷിക്കാൻ വേണ്ടി മഹത്തുക്കൾ ഉണ്ടാക്കിയതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ലാഹുവിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തുകയാണ് ആ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. മുത്തൻ മുഹമ്മദ് മുസ്തഫ തങ്ങളിലുള്ള അചഞ്ചലമായ സ്നേഹത്തെയും വിശ്വാസത്തെയും അത് ലോകത്തെ പ്രചരിപ്പിച്ച ഔലിയാക്കന്മാരായ സുദ്ദീഖീങ്ങളെയും ആരിഫീങ്ങളല്ലാതെ സൂഫികളല്ലാതെ ആരാണ് ദീൻ പഠിപ്പിച്ചത്? എന്താണ് ആരാ സൂഫികൾ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ ഫഇൻ ലം തകുൻ തറാഹ ഫഇന്നഹു യറാക്. സൂഫികൾക്കെതിരെ ആര് സംസാരിച്ചാലും അവർ വഹാബികളാണ്. എന്തുകൊണ്ട്? സൂഫികൾ ദീനിന്റെ തെളിനീരുറവ സമൂഹത്തിന് നൽകിയവരാണ്. അതേ സമയത്ത് സൂഫികൾ കള്ളന്മാർ ഇറങ്ങിയിട്ടില്ലേ? എന്തിന്റെ പേരിലാണ് കള്ളന്മാർ ഇറങ്ങാത്തത്? അതേ സമയത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു ആ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ വന്ന ഖാദിരിയത്ത് പോലെ ഈ കഴിഞ്ഞ 1800 കൊല്ലത്തിന്റെ ഉള്ളിൽ ആരാണ് ദീൻ ലോകത്തിന് പഠിപ്പിച്ചത്? ആരാണ്? അവരൊക്കെ മോശപ്പെട്ടവരോ? മഹാനായ അഹ്മദുൽ കബീർ അൽ-റിഫാഇ സുൽത്താനുൽ ആരിഫീൻ റളിയല്ലാഹു അൻഹു അവരുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള റിഫാഇയ ഈ 800 കൊല്ലക്കാലം ദീനിന്റെ തെളിനീര് ലോകത്തിന് നൽകിയത് റിഫാഇയത്തല്ലാതെ വേറെ എന്താ? മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ബദവിയത്ത്, മഹാനായ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ദസൂഖിയത്ത്, മഹാനായ അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ശാദുലിയത്ത്. നിങ്ങൾ പറയും അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാർ വലിയ മഹാനായിരുന്നു, അവരെ മഹാനാക്കിയിട്ടുണ്ട്. ശാദുലിയത്ത് അല്ലാരെന്താ? തുർപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ വലിയ മഹാനായിരുന്നു എന്ന് നിങ്ങൾ പറയും, അവരെ നന്നാക്കിയതെന്താ? ഖാദിരിയത്ത്. അവർ അല്ലാഹുവിനെ പറ്റി പേര് പറയാനല്ല, സ്നേഹിക്കാൻ പഠിപ്പിച്ചു. സ്നേഹിച്ചപ്പോൾ സ്നേഹിക്ക് ഭയമുണ്ടായി. എന്താ ഭയം? നരകത്തെയല്ല അവർ ഭയപ്പെട്ടത്, പിന്നെന്താ? സ്നേഹം വിട്ടുപോകുമോ എന്ന ഭയം. നിനക്കുള്ള വലിയ ഭയം എന്താ? നിങ്ങളൊക്കെ ഞാൻ തമ്മിൽ സ്നേഹമാണ്, എനിക്ക് നിങ്ങളെ സ്നേഹമാണ്. ഈ സ്നേഹത്തിലൊരു ഭയം കിടക്കുന്നുണ്ട്. എന്താണ് ഭയം? എന്താണ് സ്നേഹിയുടെ ഭയം? പുറത്തുള്ളവന്റെ ഭയമല്ല, സ്നേഹിയുടെ ഭയം എന്താ? ആ സ്നേഹം ഒഴിവാക്കാൻ പാടില്ല. ഞങ്ങളെ കല്യാണത്തിന് വിളിച്ച് ഞങ്ങൾ ഓടി വരും. നിങ്ങൾ ചോറിന് ആവശ്യമില്ല. നിങ്ങൾ തൊട്ട് അയൽ വീട്ടിൽ, നിങ്ങൾ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും തൊട്ടടുത്ത വീട്, ജ്യേഷ്ഠൻ്റെ മകളെ കെട്ടിയ കല്യാണം, നിന്റെ കല്യാണത്തിന് നിങ്ങൾ പാഞ്ഞു വരും. അവിടെ നിന്ന് കൊടുക്കുന്ന ഇടയിലൊന്നും ഓടി വരും. എന്തുകൊണ്ട്? തെറ്റാൻ പാടില്ല. എന്തെന്നല്ലേ? സ്നേഹം തെറ്റാൻ പാടില്ല. അല്ല ഞങ്ങളെ വല്ലതും കാട്ടും നിങ്ങൾ പേടിയുണ്ടോ? മനസ്സിലായി? ചിന്തിക്ക്. ഫാസിഖ് ഭയപ്പെടുന്നതും സൂഫി ഭയപ്പെടുന്നതും 2 തരത്തിലാണ്. ഫാസിഖ് ഭയപ്പെടുന്നത് നരകത്തെയാണ്, സൂഫി ഭയപ്പെടുന്നത് അള്ളാഹുവിന്റെ മഹബത്തിന് പുറകോട്ട് പോകുമോ എന്ന ഭയമാണ്. അത് ഭയങ്കര ഭയമാണ്. എന്തുകൊണ്ട്?
ഫാസിഖിന്റെ ഭയം ഒരു വേള ഇല്ലാതാകാം. ഗഫൂർ റഹീമായ റബ്ബിന് ഒഴിവാക്കാലോ, നരകം കൊടുക്കാതിരിക്കാലോ. അതേ സമയത്ത് മഹബത്തിന് പുറകോട്ട് പോയാൽ പിന്നെ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരായി പിന്നെ പിണങ്ങി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ പിണക്കം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം ആളുകളൊക്കെ മദ്യം പറഞ്ഞ് കൂടി, പക്ഷെ കൂടിയാൽ ആ പഴയ കൂട്ടുണ്ടാവില്ല. അതല്ലേ സത്യം. പ്രശ്നമൊക്കെ 4 ആൾ കൂടി സോൾവ് ചെയ്തു. അതെൻ്റെ ഉസ്താദ് ഞങ്ങളും സലാമും തമ്മിൽ എന്തൊരു വിഷയമുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു തീർക്കണം. അങ്ങനെ പറഞ്ഞ് തീർത്തു. എന്നാലും പഴയ ബന്ധം ഉണ്ടാവില്ല. ഞാനും സലാമും തമ്മിൽ ദീർഘമായി യാത്ര ചെയ്ത ഒരാൾ, ദീർഘമായി അനവധി യാത്രകൾ ചെയ്തിട്ടുണ്ട്. സ്നേഹം, സന്തോഷം, കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, തമാശകൾ പറഞ്ഞിട്ട്, അങ്ങനത്തെ ഈ ഒരു ബന്ധം, അവർ ബന്ധം. ഞാൻ നാസർ, ഞാൻ സദ്ദീഖ്, ഞാൻ സൈനു, നിങ്ങളൊക്കെ തന്നെ. അപ്പം ഈ ഒരു ബന്ധം ഇല്ലാതെയായി, ഒരാളായിട്ട് ബന്ധം ഇല്ലാതെയായി. പിന്നെ ആളുകളൊക്കെ മദ്യം പറഞ്ഞാൽ ബന്ധം പുനഃസ്ഥാപിച്ചു. ആ ബന്ധം പുനഃസ്ഥാപിച്ചാലും അത് പഴയമാരുണ്ടായി കിട്ടാൻ പ്രയാസം. അപ്പോൾ ബന്ധം നഷ്ടപ്പെടുക. പിന്നെ 4 ആൾ മദ്യം പറഞ്ഞ് പരിഹരിച്ചാലും ആ ബന്ധം നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചിട്ടു. ഞാൻ തന്നെ മദ്യം പറഞ്ഞ ചില ബന്ധങ്ങളുണ്ട്, തകർന്നു പോയ ബന്ധങ്ങളെ ഞാൻ മദ്യം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് ഒരാൾ പറഞ്ഞത് അതൊക്കെ ശരിയാണ് സ്ഥലം, പക്ഷെ പഴയ ബന്ധം തുടരാൻ കഴിയും നിങ്ങൾ വിചാരിക്കേണ്ട, പക്ഷെ നമുക്ക് ശത്രുത ഒഴിവാക്കാം. മനസ്സിലായോ? പറഞ്ഞു അങ്ങനെ പറഞ്ഞു. എൻ്റെ അറിയിലുണ്ട്. മനസ്സിലായോ? ഇവിടെയാണ് സൂഫി ഭയക്കുക. സൂഫിക്ക് ഭയാണ് അള്ളാനെ, ഫാസിഖിന് ഭയാണ് അള്ളാനെ. ഫാസിഖ് ഭയപ്പെട്ടോ നരകത്തിനെയാണ്, സൂഫി ഭയപ്പെട്ടതോ അള്ളാന്റെ സ്നേഹത്തിനെയാണ്. ഇത് പഠിപ്പിച്ചത് ഇവിടെ ഖാദിരികളല്ലാതെ ആരാ? സൂഫികളല്ലാതെ ആരാ? റിഫായികളല്ലാതെ ആരാ? അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കി കണ്ണുനീര് കൊണ്ട് വുളൂ ചെയ്ത് കൽബിനെ വുളൂ ചെയ്തത് ആരാണ്? സൂഫികളല്ലാതെ ആരാണ്? ഈ സൂഫികളെ ഇല്ലാതാക്കാൻ, സൂഫികൾക്കെതിരെ രാവും പകലും പടപ്പുറപ്പാട് നടത്തിയത് ആരാണ്? വഹാബികളല്ലാതെ ആരാണ്? അള്ളാന്റെ മാർഗത്തിന് തെറ്റിയവർ അവരല്ലാതെ ആരാണ്? അല്ലാഹ് എന്ന് മുതലെടുപ്പിന് പറഞ്ഞു എന്നല്ലാതെ അല്ലാഹു എന്ന പദം ആസ്വദിച്ച് ആ പരിശുദ്ധ ഇസ്മിനെ ആസ്വദിപ്പിച്ചതല്ല സൂഫികൾ അല്ലാതെ ആരാണ്? സ്റ്റേജുകളിൽ വഴക്ക് കൂടുന്ന ഒരു നാമത്തെ മാത്രമാണ് വഹാബികൾ ലോകത്തിന് നൽകിയത്. ആസ്വദിച്ചനുഭവിച്ച അല്ലാഹു എന്ന പദത്തെ അല്ല സൂഫികൾ നൽകിയത്. ആസ്വദിക്കുന്ന അല്ലാഹുവിനെയാണ്. അതിന് വല്ലാത്ത നിങ്ങളെ ചിന്തിക്കണം. സഖാനിൽ ഹുബ്ബു കസൻ സഖാനി ശൗഖ് കസം ബഅദ കസി ഫമാ നഫദ الشراب വമാ റവാനി. അല്ലാഹ് പാടിയത്. പ്രേമം എന്നെ ഒരു ചഷകം കഴിഞ്ഞാൽ അടുത്ത ചഷകം എന്നെ കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പ്രേമത്തിന്റെ അതങ്ങനെ ആ ചഷകം അങ്ങനെ മോന്തി കുടിച്ചുകൊണ്ടേയിരുന്നു. ചഷകം തീർന്നതും ഇല്ല, ദാഹം അടങ്ങിയതുമില്ല. ഞാൻ പ്രേമത്തിന്റെ ചഷകത്തിൽ നിന്ന് കുടിച്ചുകൊണ്ടേയിരുന്നു. ആരായത്? ഇത് മൻസൂർ ഹല്ലാജാണ്. ഇത് പറയാൻ ഒരു വഹാബിക്ക് കഴിയില്ല. മഹാനായ മൻസൂർ ഹല്ലാജിന്റെ പേര് കേട്ടിട്ട് എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? റളിയല്ലാഹു അൻഹു. അവരല്ലേ സൂഫികള്? അവരല്ലാഹുവിനെ ആസ്വദിക്കുന്നു, അവരനുഭവിക്കുന്ന അല്ലാഹു. അവരുടെ ആ അല്ലാഹ് അവരാണ് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാതെ സ്റ്റേജിൽ പറഞ്ഞവന് എന്ത് വജലത് ഖുലൂബുഹും? സ്റ്റേജിൽ ഇരുന്നിട്ട് ലോകത്തുള്ള ആളുകളെല്ലാം മുശ്രിക്കാണെന്ന് പറയുന്ന വഹാബിക്ക് എന്ത് വജലത്ത് ഖുലൂബുഹും? ഒന്നാമത് പറയുമ്പോഴത്തേന് ഹൃദയം പിടക്കുന്നവർ ആരാണ്? സൂഫികളല്ലാതെ ആരാ? സൂഫികളെ വാല് പിടിച്ചു കൂടിയവർ. പ്രേമത്തിന്റെ ആ ചഷകത്തിൽ നിന്ന് ഞാൻ മൂന്തി കുടിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രേമം, ആ ചഷകത്തിലെ പാനീയം തീർന്നില്ല. ഒമാറവാനി, അതെന്റെ ദാഹം തീർത്തതുമില്ല. എത്ര കിട്ടിയാലും ഞാൻ കുടിക്കുമായിരുന്നു. ഈ ചഷകം ഇലാഹിയായ ഫയലാന, അത് തീരൂലല്ലോ. എനിക്ക് പ്രേമം അവസാനിക്കൂലല്ലോ, അപ്പൊ എനിക്ക് ദാഹം തീരൂലല്ലോ. ഇതാണ് സൂഫികൾ പഠിപ്പിച്ച അല്ലാഹ്.
ഇതിവിടെ പഠിപ്പിച്ചത് ഖദരികളാ, ഇതിവിടെ പഠിപ്പിച്ചത് റിഫായികളാ, ഇതിവിടെ പഠിപ്പിച്ചത് ചിഷ്ടികളാ, ശാദിലികളാണ്, തിജാനികളാണ്. വളരെ ചിന്തിക്കണം. ആഘോഷിക്കൊന്നും വേണ്ട. ഞാൻ വാളുറയിലിട്ട് തിരിച്ചു മടങ്ങിയെന്ന് ആരും വിചാരിച്ചാൽ വിഡ്ഢിയാണ്. ഞാൻ ഒരിക്കലും ഈ വാളുറയിൽ നിന്ന് ഇട്ട് തിരിച്ചു മടങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ എൻ്റെ ആദർശത്തിന് വേണ്ടി എൻ്റെ മരണം വരെ സമരം ചെയ്യും. അതിനു വേണ്ടി അള്ളാഹു നമ്മളെയൊക്കെ തിരഞ്ഞെടുത്തു. യാതൊരു നിമിഷം വേണ്ട. വളരെ ചിന്തിക്കണം. ഈ ഭൂമിയിൽ ഇന്നത്തെ പരുവത്തിൽ മുസ്ലിം സമുദായത്തെ ആക്കിയത് വഹാബികൾ മാത്രമാണ്. അവർക്കെതിരെ ഉള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. ഒരാൾ വഹാബിയായാൽ പിന്നെ അയാൾക്ക് പറയുന്ന അള്ളാഹു മാത്രമേ ഉണ്ടാവൂ, അനുഭവിക്കുന്ന അള്ളാഹു ഉണ്ടാവുകയില്ല. അത് പറയാൻ ചിലർക്ക് മടിയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് മടി? അവരുടെ മടിക്ക് പിന്നിൽ ദുനിയാവിനോടുള്ള അടങ്ങാത്ത താല്പര്യവും ദാരിദ്ര്യത്തോടുള്ള ഭയവുമാണ്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടാൽ ഈമാൻ ഉണ്ടാവില്ല. സ്ഥാനമാനത്തെ ആഗ്രഹിച്ചാലും ഈമാൻ ഉണ്ടാവില്ല. സ്ഥാനമാനത്തെ ആഗ്രഹിച്ചാൽ പിന്നെ ഈമാനാണ്. എന്ത് സ്ഥാനമാനം അള്ളാഹുവിന്റെ അടുക്കലല്ലാതെ? ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ വഹാബിസത്തിന്റെ 3-ാം ഭാഗം ആരംഭിക്കുക. കണ്ണും കാതുമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. വളരെ ചിന്തിക്കണം. അല്ലാഹ് എന്ന് പറഞ്ഞ് ആ പരിശുദ്ധമായ ഇസ്മിനെ അനുഭവിപ്പിച്ചത് ലോകത്ത് അഹ്ലു സുന്നയുടെ മക്കളാണ്. അല്ലാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അത് അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റേജിൽ തല്ലുകൂടുന്ന അല്ലാഹു എന്ന പദത്തിന്റെ പേര് പറഞ്ഞ് സ്റ്റേജിൽ തല്ലുകൂടിയപ്പോൾ അതിനെ തടഞ്ഞ് മനസ്സുകൊണ്ട് അനുഭവിപ്പിക്കുന്നവർ അല്ലാഹുവിലേക്ക് നമ്മെ നിലനിർത്താൻ വേണ്ടി വരക്കൽ ബാലവൈ തങ്ങൾ ഉണ്ടാക്കിയതാണ് സമസ്ത കൽമത്തുൽ ഉലമ. അതിൽ അല്ലാഹുവിനെ അനുഭവിക്കലാണ്, കേവലം പറയലല്ല. അതാണ് ഉജ്ലത്ത് ഖുലൂബ്. മറ്റൊരു അല്ലാഹു എന്ന പേര് പറഞ്ഞ് ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം മുശ്രിക്കും കാഫിറുമാണെന്ന് പറയല്ല. വളരെ ചിന്തിക്കണം. ഒരു മുസ്ലിമായ മന്ത്രി ഒരിക്കൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ മമ്പുറത്ത് വന്നു എന്നൊരു വിദ്യാർത്ഥി. ആ മന്ത്രി നേരത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രി. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ അയാൾ മമ്പുറത്ത് വന്ന് വിദ്യാർത്ഥി. അപ്പോൾ ഉടനെ വന്നു വഹാബി നേതാവിന്റെ പ്രസ്താവന. നേരത്തെ അയാൾ കാഫിർ മാത്രമായിരുന്നു, ഇപ്പോൾ അയാൾ കാഫിറുമായി മുശ്രിക്കുമായി എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നും ഉറഞ്ഞു തുള്ളാത്തവർ ഇപ്പോൾ മാത്രം ഉറഞ്ഞു തുള്ളുന്നവരുണ്ട്. നിങ്ങൾ പോലും അറിയാത്ത രൂഢമൂലമായിട്ടുള്ള വഹാബിയത്താണ് കാരണം. അതിനെ തോണ്ടിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയാണ് ചില സാധനങ്ങൾ തോണ്ടിയെടുക്കാൻ വലിയ പ്രയാസം. എന്നാലും തോണ്ടെന്നെ അതിലെനിക്ക് ജീവൻ പോലും പ്രശ്നമില്ല. എനിക്കെൻ്റെ ജീവൻ പോലും പ്രശ്നമല്ല. വളരെ ചിന്തിക്കണം. അതൊന്നും പ്രശ്നമില്ല. വളരെ ഇവിടെ അല്ലാഹ് എന്ന ഇസ്മിനെ അനുഭവിപ്പിച്ചത് സുന്നികൾ മാത്രം. അള്ളാഹുവിനെ പറ്റി പറയുന്ന വഹാബിയുടെ മജ്‌ലിസും പഴയ സുന്നി ഉലമാക്കളുടെ വഅളും കേൾക്കി. അല്ലാഹ് എന്നതിനെ പറ്റി പറയുന്ന ഒരു വഹാബി പ്രസംഗം, ഒരു സുന്നി വഅള്, മറ്റൊരു വഅള് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്രസംഗം. അള്ളാഹുവിനെ പറ്റി പറയുന്ന വഹാബി പ്രസംഗവും പഴയ സുന്നി ആലിമിന്റെ വഅളും തമ്മിലും താരതമ്യം ചെയ്യും. നമ്മളൊക്കെ താടി വെച്ചവരല്ലേ, പലരും നമ്മളത് കേട്ടവരല്ലേ. പെരുമുഖം കോയ മുസ്ലിയാർ എന്നൊരു മഹാനുണ്ടായിരുന്നു. അല്ലാഹുവിനെ ഈ രണ്ട് സ്ഥലത്ത് രണ്ട് അനുഭവം ഉണ്ടാവും. അല്ലാഹ് എന്ന് പറയുന്ന വഹാബിയുടെ പ്രസംഗം കേട്ടാൽ ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളോടും ദേഷ്യം തോന്നും, വൈരാഗ്യം ഉണ്ടാകും. ലോകത്തെ എല്ലാ മുസ്ലിമീങ്ങളും കഫറാണെന്ന് തോന്നും. എന്നാൽ അല്ലാഹുവിനെ പറയുന്നവരും ഒരു സുന്നി ആലിമിന്റെ വഅള് കേട്ടാലോ അപ്പോൾ പൊട്ടിക്കരി അതിരറ്റ സ്നേഹം തോന്നും മുഅ്മിനീങ്ങളോടും മുൻഗാമികളോടും സാലിഹീങ്ങളോടും അല്ലാഹുവിനോടും. ആണോ അല്ലേ വ്യത്യാസം. അപ്പൊ അപ്പോൾ വജിലത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞത് വഹാബിയല്ല. വഹാബി ഈ സമുദായത്തിന് ഇപ്പോൾ ഒരു ശത്രുവേ ഉള്ളൂ, അത് വഹാബിയാണ്.
അതിൽ നിന്ന് ഉത്ഭൂതമായ അവരുണ്ടാക്കിയ ചീത്തപ്പേരിൽ നിന്ന് ഉത്ഭൂതമായതാണ് അന്യ സമുദായക്കൾ പണ്ടില്ലാത്ത വിധം മുസ്ലിങ്ങളോട് ശത്രുക്കളായിട്ടുള്ളത്. അത് മാത്രമാണ് ഈ സമുദായത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. ഒറ്റ ഒന്നാണ്, അത് വഹാബിയത്ത്. അതിനെ താലോലിക്കുന്നവരാരെ ഏതെന്ന് നിങ്ങൾക്കറിയും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സത്യം ഇന്നല്ലെങ്കിൽ നാളെ ബോധ്യപ്പെടും, ഉറപ്പ്, സംശയിക്കട്ടെ. വളരെ ചിന്തിക്കണം. എന്തുകൊണ്ട് അള്ളാഹു എന്നല്ലേ? എന്തിന് താടി നരച്ചില്ലേ? എന്തിനാ അള്ളാഹുവിനല്ലാതെ ആരെയാ സന്തോഷിപ്പിക്കേണ്ടത്? അള്ളാഹുവിനെ അല്ല ആരെയാണോ സന്തോഷിപ്പിക്കാൻ? ആരെ സന്തോഷിപ്പിക്കാൻ? അള്ളാഹുവിനെ അല്ലാതെ ആര്? നമുക്ക് മുമ്പ് കടന്നുപോയ എത്ര മനുഷ്യന്മാർ ഇന്ന് ഭൂമിക്കടിയിലുണ്ട്. എന്തുപകാരമാണ് ഇന്ന് അവർക്ക് നമ്മളെ കൊണ്ടുള്ളത്? നമ്മൾ ഫാത്തിഹ ഓതിയത് അല്ലാഹു തആല അവർക്ക് കൊടുത്താൽ കിട്ടും, കിട്ടൂല എന്നല്ല, കിട്ടും. അല്ലാഹു കൊടുത്താൽ കിട്ടും. അതേ സമയത്ത് അവർ ജീവിതകാലത്ത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിരുന്നെങ്കിലോ മറണ്ടാവില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ചിന്തിക്കണം. വജ്രത്ത് ഖുലൂബും സുന്നി മാത്രമാണ്, മറ്റൊരു വജ്രത്ത് ഖുലൂബല്ല. മറ്റൊരു അല്ലാഹ് എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും കാഫറാക്കാൻ വേണ്ടിയാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജ്രത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്തോടിയാൽ വഹാബിക്കും സുന്നിക്കും വ്യത്യാസമുണ്ട്. വഹാബി ആയത്തോടിയാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും കാഫറാണെന്ന് കണ്ടുപിടിക്കും. സുന്നി ആയത്തോടിയാൽ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ ആസ്വദിക്കണമെങ്കിൽ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, റബ്ബിൽ തവക്കുലാക്കണം. എന്താ റബ്ബിൽ തവക്കുലാക്കൽ? റബ്ബ് തരുന്നത് മതി. സ്ഥാനമാനങ്ങളുടെ അപ്പകഷ്ണങ്ങൾ നോക്കി ആരാരെ സന്തോഷിപ്പിച്ചാലും സ്ഥാനമാനങ്ങൾ അപ്പകഷ്ണങ്ങൾ കിട്ടുമായിരിക്കാം, ഒന്ന് സന്തോഷിപ്പിച്ചാൽ മതി എന്ന് ആര് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ദുനിയാവാണ്. അതിന്നല്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടതാണ്. ചിന്തിക്കണം. ദുനിയാവിനെ പ്രേമിക്കുന്നവൻ ഖൈലുൻ പറയേണ്ടി വരും. അയിനത്തൊരിയക്ക് വഴി എവിടെയാണ്? വഴി കിട്ടൂല. വളരെ ചിന്തിക്കണം. ഇത് തമാശ പറയുകയല്ല. ദുനിയാവിനെ പ്രേമിക്കുന്നവൻ എന്തിനാ ദുനിയാവിനെ, സ്ഥാനമാനങ്ങളെ പ്രേമിക്കുന്നത്? സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് കൊതിച്ച് പറയുന്നത് അതെന്തെങ്കിലും ഒരു പ്രഖ്യാപനം കൊണ്ടോ എഴുത്തുകൊണ്ടോ എങ്കിലും എന്തെങ്കിലും പറയുന്നത് എനിക്ക് സ്ഥാനമാനങ്ങൾ വരുത്തുമെന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള അറിയാതെയുള്ള ചിന്തയാണ്. അടിസ്ഥാനപരമായ സത്യത്തെ നിഷേധിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരെ പ്രേരിപ്പിച്ചത് തീർച്ചയായും. എന്തുകൊണ്ട്? വഹാബി തന്നെയാണ്. വളരെ ചിന്തിക്കണം. അതിനേക്കാൾ വലിയ ഒരു തിന്മ ഈ ലോകത്തിപ്പോൾ ഇല്ല, മുസ്ലിമിനെ ബാധിച്ചിട്ടില്ല. അവർ മക്കായെയും മദീനായെയും കൈയടക്കി വെച്ചിരിക്കുന്നു. വളരെ ചിന്തിക്കണം. ഇങ്ങനെ തോന്നിയത് മുഴുവൻ ചെയ്തിട്ട് തോന്നിയത് മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹജ്ജും ഉംറയും ബാത്തിലാക്കി തന്നെ കൊണ്ടിരിക്കുന്നു. ഇതുമുണ്ട്, അത് ഞാൻ പറയാം. ഹജ്ജ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹജ്ജും ഉംറയും ഇന്ന് ബാത്തിലാകും. വഹാബി വീക്ഷണ പ്രകാരം ചെയ്താൽ ഹജ്ജും ഉംറയും ബാത്തിലാകും. അത് പറയാം. നിങ്ങൾ എന്തിനാ പഠിക്കണം? വളരെ കൃത്യമായ തെളിവോട് കൂടിയല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്തു പറഞ്ഞിട്ടില്ല. കൃത്യമായ തെളിവാണ്. കൃത്യമായ തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. വാക്കിൽ വരുന്ന അബദ്ധങ്ങൾ, വരുന്ന സ്കിൽ, അതൊക്കെ പൈശാചികമായ ചില ഇടപെടലുകളാണ്. അല്ലാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഹാബി ചെയ്തു കൂട്ടിയ തിന്മ കൃത്യമാണ്. അത് ഞാൻ 45 പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. 24 പ്രസംഗം വഹാബികൾ ചെയ്ത ക്രൂരതകൾ സാധാരണ ജനങ്ങളോട് ചെയ്തത്. 21 പ്രസംഗങ്ങൾ ഖിലാഫത്തിനെ തകർത്തത്. ഇനി കുറച്ച് പ്രസംഗങ്ങൾ അതിൻ്റെ ഐഡിയകൾ എവിടെ നിന്ന് വന്നു എന്ന വിഷയത്തിൽ. എവിടുന്നാണ് അതിൻ്റെ ഐഡിയകൾ വന്നിട്ടുള്ളത്?
ഇൻഷാ അല്ലാഹ് ചിന്തിക്കണം. അത് മുസ്ലിം ഉമ്മത്തിനെതിരാണ്. വഹാബിയത്തെന്നാൽ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്തതിനെ അനുധാവനം ചെയ്യലാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ വിരൽ കടിക്കേണ്ടി വരും. കോടിക്കണക്കായ അയിമ്മത്തും ആരിഫീങ്ങൾ പറഞ്ഞത് കളവും ഈ 4 വഹാബികൾ പറയുന്നത് നേരുമാണെന്ന് നിങ്ങൾ ആര് വിചാരിച്ചാലും നിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇത് ചിന്തിക്കണം. എന്തിനാണ് നമ്മൾ പുറകോട്ട് പോകുന്നത്? വളരെ ദൃശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല തന്നെ. വളരെ ചിന്തിക്കണം. ധനത്തോടും സ്ഥാനമാനത്തോടും ധനത്തോടും ആർത്തി പൂണ്ട മനുഷ്യർ എന്റെ സമുദായത്തിൽ വരുത്തുന്ന അത്രയൊന്നും വിഷന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ കൂടിയാൽ ഒരാടിനെ കേടുവരുത്തുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. സത്യല്ലേ? എന്താ പറഞ്ഞേ? വിഷന്ന് പൊരിഞ്ഞ സ്ഥാനമാനത്തോടും ധനത്തോടും ആർത്തി പൂണ്ട മനുഷ്യർ എന്റെ സമുദായത്തെ കേടുവരുത്തുന്ന അത്രയൊന്നും വിഷന്ന് പൊരിഞ്ഞ 2 ചെന്നായ്ക്കൾ കൂടിയാൽ ഒരാടിനെ കേടുവരുത്തുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനിയെന്താ പറയണ്ടത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. മനസ്സറിഞ്ഞ ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ പറയണ്ടേ? കുടിച്ചവനെ പോലെയാവും ദുനിയാവിന്റെ പിന്നാലെ ഓടിയാൽ. ദുനിയാവ് തന്നെ വിരലടിക്കേണ്ടി വരും. സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി കണ്ണെന്ന് ഒഴിവാക്ക്. അപ്പോൾ ഏതെന്ന് മനസ്സിലാവും. ധനത്തോടുള്ള ആർത്തിയും അത് 2 ഒഴിവാക്ക് മനസ്സിൽ നിന്ന്. വളരെ ചിന്തിക്കണം. മുസ്ലിം സമുദായം വളരെ വലിയ പ്രയാസങ്ങളെ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. അതിന്റെ പരിഹാരം എന്താ? നമ്മൾ സൂഫി മനസ്സിലേക്ക് തിരിച്ചു വരില്ല. നമ്മൾ സൂഫികളിലേക്ക് മടങ്ങി വരില്ല. ഞങ്ങൾ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിലേക്ക് തിരിച്ചു വരില്ല. എന്ത് വേണം? ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞു ഞാൻ പറഞ്ഞിവിടെ ആദ്യം തുടങ്ങിയത് 3 കാര്യം പോലെ പിശാചുക്കൾ സന്തോഷിക്കുന്ന ഒരു കാര്യം വേറെയില്ല. ഒന്ന്, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കൊലപ്പെടുത്തിയാൽ പിശാച് സന്തോഷിക്കും. പിശാചുക്കളെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യൻ കുഫറിന്റെ മേൽ മരിച്ചാലും സന്തോഷിക്കും. പിന്നെയോ ദാരിദ്ര്യത്തെ പേടിയുള്ള ഒരു ഹൃദയവും അത് കണ്ടാലും പിശാച് സന്തോഷിക്കും. എന്തുകൊണ്ട്? ദാരിദ്ര്യത്തെ പേടിയുള്ള ഹൃദയം എന്തു ചെയ്തു? അള്ളാഹു ഏറ്റ കാര്യത്തിൽ പേടിക്കൊണ്ടതെന്തിന്? തവക്കുൽ നഷ്ടപ്പെടുത്തും. അള്ളാഹു ഏൽക്കാത്ത കാര്യത്തിൽ പേടിച്ചോ? സ്വർഗത്തിൽ ഞാൻ നിന്നെ കടത്തി തരാൻ നല്ല ഏറ്റിട്ടില്ല. അതേ സമയത്ത് ദുനിയാവിൽ വേണ്ട ഭക്ഷണം തരാൻ അത് ഏറ്റതാണ്. മനസ്സിലായ? അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പാപ്പനെ കയ്യിൽ വല്ല സഹായം കിട്ടൂലേ ഞാൻ വിചാരിച്ചേ. ചിലപ്പോൾ മൂത്ത മകനെ എൻ്റെ ബാപ്പ എന്ത് ചെയ്തു? ബാപ്പാൻ്റെ മകൻ വീടൊക്കെ കെട്ടി കേൾപ്പിച്ച് അങ്ങനെ മൂത്തവൻ കല്യാണം കഴിച്ച് 2 കൊല്ലം അവനെ വേറെയാക്കി. 2ാമത്തെ മകനെ കല്യാണം കഴിച്ച്. കല്യാണം കഴിച്ചതിന് പിറ്റേ ദിവസം തുടങ്ങി ഇവന് വേജാറ്. എന്ത്? നീ ബാപ്പക്ക് വിരണ്ടാക്കി തരണ്ടല്ലോ. ബാപ്പ എന്താ വിരണ്ടാക്കി തരാം? കല്യാണം കഴിച്ചതിന് നേരെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇവന് തുടങ്ങി എൻ്റെ അടക്കമ്മാനോട് പറയും, അല്ല കാക്കാക്ക് വിരണ്ടാക്കി കൊടുത്തല്ലോ, നീ എനിക്ക് എല്ലാം അടുത്ത് വിരണ്ടാക്കി തരണ്ട്. ഇത് ഉമ്മ പോയിട്ട് പാപ്പാനോട് പറഞ്ഞാൽ അങ്ങനെ ഒരു വാശി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടു. അത് ചിലപ്പോൾ 2 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞാലും വിരണ്ടാക്കി കൊടുക്കൂല. എന്തേ? ബാപ്പയിൽ ശക്കുണ്ട്. മറ്റോന് വേവലാതിയല്ല. മറ്റോനോട് വീടുണ്ടാക്കി ഇയാണ് പോയിക്കളാന്ന് പറഞ്ഞാണ് ബാപ്പന്നെ. മനസ്സിലായി? എന്തെങ്ങനെ ഉണ്ടാവില്ലേ? ഇതന്നെ നമുക്കൊക്കെ കിട്ടാനുള്ള നേരം വിളിക്കണം. നമുക്കൊക്കെ കിട്ടാനുള്ള നേരം വിളിക്കണം. എന്തുകൊണ്ടാണ്? നമുക്കൊരു ഡൗട്ടുണ്ട്. കിട്ടുവോ? 10,000 ദിർഹം ഒരാൾ കൊണ്ടുവന്നു കൊടുത്തു ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, എന്നെ റബ്ബിൻ്റെ റഹ്മത്ത് നാട്ടല്ലേ ഇത് ചൂണ്ടിക്കുറഞ്ഞു. എന്തുകൊണ്ട്? എനിക്ക് ഇതിങ്ങനെ കൊണ്ടുനടക്കാതെ
ഇത് ഞാൻ പാത്ത ചക്ക. എനിക്ക് അള്ളാഹുവിൽ തവക്കുൽ ഒഴിവാകും, അത്രയും പോവുകയും ചെയ്യും, കള്ളനെ പേടിക്കുമാണ്. ഇപ്പം ഞാൻ അള്ളാഹിനെ തവക്കില്ല, മറ്റേ ഞാൻ ഇതിൻ്റെ തവക്കില്ല. എന്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഏത് പേടിയും കയറി ഭക്ഷണം കഴിക്കുമല്ലോ എന്നാവും. 10,000 ദിർഹം എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി തിരുമ സൂഫിയായി നടക്കല്ലേ, കുറേ നേരം വൈകും. അപ്പം എനിക്കൊന്ന് തന്നാൽ പിന്നെ കീശമ്മൽ തവക്കിലാക്കും. അപ്പോൾ അള്ളാഹുവിൽ തവക്കിൽ വിട്ടു. മനസ്സിലായോ? മറ്റൊരു നേരത്തിന് അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഡമാസ്കസിലെ പള്ളിയുടെ പരിസരത്ത് താമസിച്ച കാലത്ത് കണ്ട ഒരു സ്വപ്നം മഹാനവർകൾ വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പ്രധാനാഭിപ്രായം ഒരു കേരളത്തിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞ തൻ്റെ ഒരു സ്വപ്നം, എൻ്റെ ഡമാസ്കസിലെ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന ഒരു കാലത്ത് അവര് എന്താ പറയാ, അവർ സ്വപ്നം കണ്ടു. രാത്രി കിടക്കുക, സ്വപ്നം കണ്ടു. എന്താ? വേഗം വീട്ടിലെ ഭക്ഷണം എടുത്ത് പള്ളിയിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അയാൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വപ്നം കണ്ടു. പിന്നെ സ്വപ്നം കണ്ട് എണീറ്റു. വേഗം ഭക്ഷണം എടുത്തിട്ട് വീട്ടിലുള്ള ഭക്ഷണം എടുത്ത് ഓടി നേരെ പള്ളി ചെന്നു. പറഞ്ഞതുപോലെ പള്ളിയിൽ ഒരാളുണ്ട്, നല്ല മഞ്ഞ് പെയ്യുന്നൊരു രാത്രി. ഇങ്ങനെ ഓടിച്ചെന്ന് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോൾ ഭക്ഷണം ഇയാൾ കഴിച്ചു. അയാൾ നിസ്കാരം നിർത്തി, കൂടുതൽ വർത്താനം പറയേണ്ടി വന്നില്ല. ഇയാൾ പോയി കൈ കഴുകി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പാത്രമൊക്കെ എടുത്ത് തിരിച്ചു പോവുക പള്ളിയിൽ നിന്ന്. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞു, ഇതാ കാണത്ത് ലക ഹാജ അതാ ദാരി ഫദുഖ അലാ ബാബി ദാരി. ഇനി നിനക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വീട്, വാതിൽക്കലൊന്ന് തട്ടിയാൽ മതിയാവും. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാൻ ഇന്ന് ഈ ഭക്ഷണം കിട്ടിയപ്പോൾ വളരെ സന്തോഷിച്ചു. എന്തുകൊണ്ട്? ഒരു അഹ്ലുള്ളാഹിന്റെ ഭക്ഷണമാണല്ലോ ഇന്നത്തെ രാത്രി കിട്ടിയത് എന്നാണ് എൻ്റെ സന്തോഷം. അതേ സമയത്ത് ഇന്നൊരു ബുദ്ധിയില്ലാത്തവൻ്റെ ഭക്ഷണമാണല്ലോ കഴിച്ചത് എന്ന ദുഃഖത്തിലാണ് ഇപ്പം ഞാനുള്ളത്. എൻ്റെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞേ, ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് വാതിൽ തട്ടിയിട്ടാണോ മനുഷ്യ നീ എനിക്കിപ്പോൾ ഈ ഭക്ഷണം എത്തിച്ചെന്ന്? അതിൻ്റെ റബ്ബ് അറിയിച്ചെന്നല്ലേ. ആ റബ്ബ് ഇവിടെ ഉണർന്ന് ഇപ്പോഴും ബാക്കിയുണ്ടാവും. എന്നും ഈ ഉറങ്ങാൻ പോവുകയാണ്. ഉറങ്ങാൻ പോണം എന്നെ ഈ ചളിയും ചതുപ്പും ഈ മഞ്ഞും ചവിട്ടിയിട്ട് അങ്ങോട്ട് വന്ന് വാതിൽ മുട്ടണം ഈ പറയണത്. ഇതൊന്നുമില്ലാത്ത റബ്ബ് ഞാൻ എന്താ പറഞ്ഞത് കാത്തിരിക്കുവാണ്. വല്ലാത്തൊരു വ്യക്തി തന്നെ. മനസ്സിലായോ? ഇതാണ് മുഅ്മിനായ, ഇതാണ് സൂഫി, ഇതാണ് സൂഫി. അലാ റബ്ബിഹിം തവക്കൽ സൂഫി. അതാ സൂഫി. അവർ അല്ലാഹുവിനെ അനുഭവിക്കുക, ആസ്വദിക്കുക. മനസ്സിലായില്ലേ? സഖാനിൽ ഹുബ്ബുക സംബഅദക സീ ഫമാ നഫദ ശറാബു വമാ റവാനി. അല്ലാഹുവിനെ പ്രേമിക്കാൻ പഠിപ്പിച്ചത് അഹ്ലുസുന്ന മാത്രമാണ്. മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ പേരിൽ തർക്കം കൂടാനാണ് പഠിപ്പിച്ചത്. അള്ളാഹ് കേൾക്കുമ്പോൾ ഹൃദയം പിടപിടക്കാൻ പഠിപ്പിച്ചത് അഹ്ലുസുന്ന മാത്രമാണ്. മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ പേരിൽ കാഫിറാക്കാനാണ് പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ പേരിൽ കരയാൻ പഠിപ്പിച്ചത് അഹ്ലുസുന്ന മാത്രമാണ്. മറ്റുള്ളവർ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ പേരിൽ ലോകരെ ഞങ്ങൾ കാഫിറാക്കിയല്ലോ എന്ന സന്തോഷം പങ്കിട്ട് സ്റ്റേജിൽ നിന്ന് ചിരിച്ചിറങ്ങി പോകാനാണ് അവർ പഠിപ്പിച്ചത്. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് ചിരിയുടെ സ്റ്റേജാണ്, ഒന്ന് കണ്ണുനീരിൻ്റെ സ്റ്റേജാണ്. ഒന്ന് ചിരിയുടെ സന്തോഷമാണ്, ഒരു ചിരിയുടെ സദസ്സാണ്, ഒന്ന് കണ്ണീരിൻ്റെ സദസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ പെരുമുഖം കോയമുസ്ലിയാർ വയലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട വയലുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട വയലെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അള്ളാഹുവിനെ പറ്റി പറയും. കരഞ്ഞു. വല്ലാത്തൊരു ആളായിരുന്നു പെരുമുഖം കോയമുസ്ലിയാർ. അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. വേറെയുമുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ബാപ്പാടെ ചങ്ങാതിയായിരുന്നു. ഈ കഹസ മുസ്ലിയാരുടെയും ഈ കഹസ മുസ്ലിയാർ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചവർ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അത് ഖുൽ മതാഉ ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ എന്നൊരു വഅദ് നടത്തി എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ 4 മണിക്കൂർ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു വഅദ് എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല. എൻ്റെ നാട്ടിൽ ഒരു കാലത്ത് വഹാബി ഖുത്ബയായിരുന്നു നടത്തിയിരുന്നത്. അതിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു ഈ കഹസ മുസ്ലിം. 2 ദിവസത്തിന് വഅദ് ഏറ്റു. പക്ഷേ വഹാബി ഖുത്ബ പൊളിക്കാൻ മെമ്പറിൽ കയറി വഹാബി പ്രസംഗം നടത്താൻ പാടില്ല,
ഖുതുബ തന്നെ അറബിയിൽ ഓടണമെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് 2 ദിവസം വേണ്ടിയൊന്നുമില്ല, ഒരു ദിവസം കൊണ്ട് അങ്ങനെ പൊളിഞ്ഞാടിപ്പോയി. പിറ്റേന്ന് രാവിലെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ഞാൻ വന്ന ആവശ്യം കഴിഞ്ഞു, ഇനി ഞാൻ പോട്ടെ. അപ്പോൾ വാപ്പയടക്കം സന്തോഷിച്ചു. ഇന്നലെ നിങ്ങൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്തു, ഇന്ന് നിങ്ങൾ ഞങ്ങളെന്ന് കൈകാര്യം ചെയ്തു. ഞങ്ങൾക്ക് അള്ളാഹിനെ പറ്റി കേട്ടെന്ന കാര്യമാണ് ഒരു വയൽ പറഞ്ഞിരുന്നു. അങ്ങനെ ആ വൈകുന്നേരം അദ്ദേഹം അള്ളാഹിനെ പറ്റി ആയത്തെത്ര വട്ടാണ് ആയത്തിൻ്റെ കഷ്ണം ഓതിയത്. പിന്നെ താമസിച്ചില്ല, അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗങ്ങളിൽ ഒന്നാണത്. ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ദുനിയാവിന്റെ വിഭവം എന്താണെങ്കിലും നിസ്സാരമാണ്, അതിനെ കുതിച്ച് നടക്കേണ്ട. ഖുൽ മതാഉ ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഇതാണ് അസംസ്കാരം വേണ്ടത്. 4 മണിക്കൂർ ആ കണ്ണുനീര് ആ പാടത്തിരുന്ന മനുഷ്യർ പൊട്ടി കരഞ്ഞു. നിസ്കാരം എപ്പോഴെങ്കിലും ചെയ്തിരുന്ന ആളുകൾ പിന്നെ ദാഇബൻ സ്വലാത്തായി എപ്പോഴും നിസ്കരിച്ച് ഒഴിവാക്കലൊക്കെ അവസാനിപ്പിച്ച് പഴയ നിസ്കാരങ്ങൾ വീട്ടി മൂത്തയെടുത്ത് സ്വാലിഹായി മരിച്ചു. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും, വഴക്കും പറഞ്ഞ് അങ്ങനത്തെ കുറേ ബാല്യക്കാരെക്കാലത്തുണ്ടായിരുന്നു. ആ ആളുകളെല്ലാം ഈ പ്രസംഗത്തിന് ശേഷം കരഞ്ഞ് നിസ്കാരം തുടങ്ങി. പഴയ നിസ്കാരങ്ങൾ വീട്ടുക, അതൊക്കെ നമ്മളെ പള്ളിയിൽ ഏർപ്പാടായിരുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ ഓർമ്മയുണ്ട്. തറാബി അവിടെ നടക്കുമ്പോൾ ഇവിടെ നിസ്കാരം അങ്ങോട്ട് നടക്കും. ഒക്കെ എന്ത് ഒറ്റ വയറുള്ള കാരണം. ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ദുനിയാവ് വളരെ നിസ്സാരമാണ്. വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവന് ആഖിറമാണ് നല്ലത്. അത് പഠിപ്പിച്ചത് അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ മാത്രമാണ്, വേറെ ആരും അവയ്ക്കില്ല. പൊട്ടിക്കരയും മനുഷ്യർ അള്ളാഹിനെ പറ്റി കേട്ടാൻ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹിനെ അറിയാനാണ് അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ദുനിയാവിനെ അറിഞ്ഞവർക്ക് അള്ളാഹുവിനെ അറിയുകയില്ല. അള്ളാഹുവിൻ്റെ ദീൻ അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. വളരെ ചിന്തിക്കണം. അത് മനസ്സിലാക്കൽ നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. എതിരെയുള്ള ജിഹാദ് ഒരിക്കലും സമുദായത്തിൽ ഛിദ്രത ഉണ്ടാക്കലല്ല സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. അതാണ് കാലഘട്ടത്തിൽ ദീനിന് വന്ന എതിരാളികൾ, ദീനിന്റെ അകത്തിലുള്ള എതിരാളികളെ കൈകാര്യം ചെയ്തവരാണ് എല്ലാ മുൻഗാമികളും. അത് ചെയ്തില്ലെങ്കിൽ ദീനിൽ കള നിറയും. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. شاء الله. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ മുത്തഖീങ്ങളിലും മുസ്ലിം സമുദായത്തെ ഇപ്പരുവത്തിലാക്കിയ വഹാബിയത്തിന്റെ 3-ാം ഭാഗം അടുത്ത ചില്ലറ ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പദങ്ങളിൽ കുടുങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പദങ്ങളിൽ വരുന്ന സ്ഖലിതങ്ങൾ അബദ്ധങ്ങൾ തന്നെ. പക്ഷേ അടിസ്ഥാനപരമായ വഹാബിയ എന്ന പ്രശ്നം മാനവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നത് യാഥാർത്ഥ്യവും സത്യവുമാണ്. അത് മനസ്സിലാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.